മഹാത്മാഗാന്ധിയും മൗലാന അബുൽ കലാം ആസാദും നെഹ്റുജിയും സർദാർ പട്ടേലും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഒക്കെ ഇങ്ങനൊരു മൊട്ടക്രിയ ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഇട്ടാതിയായിരുന്നല്ലോ. നമ്മൾ സ്വാതന്ത്ര്യ സമരമൊന്നും നടത്തണ്ടായിരുന്നല്ലോ. കുറച്ച് മുട്ടയും നാരങ്ങയും ഒക്കെ വെച്ച് ഒരു പ്രയോഗം, കടുത്തൊരു പ്രയോഗം നടത്തി ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ നമുക്ക് പറ്റുമായിരുന്നല്ലോ. ഇത് വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ. കൂടോത്രം എങ്ങനെ ചെയ്യാം, ഇത് നമുക്ക് പഠിക്കാം. കൂടോത്രത്തിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ബെനിഫിറ്റ്സ്, നോൺ ബെനിഫിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. കൂടോത്രം എന്ന് വലിയൊരു വിഷയമാണല്ലോ. അതായത് ഇതേപോലൊരു മുട്ടയിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് അത് ആരുടെങ്കിലും പറമ്പിൽ കുഴിച്ചിട്ടാലോ അവരുടെ ബാഗിലിട്ടാലോ നമുക്ക് ഗുണം വല്ലതും ഉണ്ടാവും. മുട്ടയാകാം, നാരങ്ങയാകാം, അങ്ങനെ പല പ്രയോഗങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഗുണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. നമസ്കാരം. അതായത് എന്താണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? ഇത് പേനയാണ്. ഞാനിത് നമ്മുടെ സബർമതി ആശ്രമത്തിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് മേടിച്ച പേനയാണ്. ഈ പേന പൂജിച്ച് പരീക്ഷയ്ക്ക് പോകുന്നത് വിശ്വാസം. ഈ മുട്ട പൂജിച്ച് അടുത്തവൻ്റെ പറമ്പിൽ കുഴിച്ചിടുന്നത് അന്ധവിശ്വാസം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഡെഫിനിഷനാണ്. ഈ പേന പൂജിച്ച് നമ്മുടെ പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലച്ഛൻ്റെയോ അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു മൗലവിയുടെയോ അടുത്ത് കൊണ്ടുപോയി പൂജിച്ച് പരീക്ഷയ്ക്ക് പോകുന്നത് നല്ല വിശ്വാസം. നേരെ മറിച്ച് ഈ മുട്ട പൂജിച്ച് അല്ലെങ്കിൽ മുട്ട ദുർമന്ത്രവാദം ചെയ്ത് ആഭിചാരം ചെയ്ത് വേറൊരുത്തൻ്റെ ബാഗിലിടുന്നത് അല്ലെങ്കിൽ അവൻ്റെ പറമ്പിൽ കുഴിച്ചിടുന്നത് ദുർമന്ത്രവാദം അല്ലെങ്കിൽ എന്താ പറയുക അന്ധവിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾ പോലും, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പോലും കൂടോത്ര വിവാദത്തിൽ ആണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൂടോത്രമൊക്കെ വർക്ക് ചെയ്യൂ? 100%. ഞാൻ വിശ്വാസ മേഖലയിൽ നിൽക്കുന്ന ആളായിട്ട് പറയുകയാണ്, ഇത്തരം യാതൊരു തട്ടിപ്പുകളും വിശ്വസിക്കരുത്. പോസിറ്റീവാണ് ദൈവവിശ്വാസം. നമ്മുടെ എല്ലാ മഹാന്മാരും, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദ സ്വാമികളും മഹാത്മാഗാന്ധിയും അടക്കമുള്ള ഒരുപാട് പേർ നല്ല വിശ്വാസികളാണ്. വിശ്വാസത്തെ നന്നാക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അവരാരെങ്കിലും ഈ കൂടോത്രം ചെയ്തു, ദുർമന്ത്രവാദം ചെയ്തു നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പം യഥാർത്ഥത്തിൽ വിശ്വാസത്തെ ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം, ബാക്കി രീതിയിലുള്ള ചൂഷണം ചെയ്യുന്നതാണ് ഈ ദുർമന്ത്രവാദവും തട്ടിപ്പും ആഭിചാരവും തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ചിലരെങ്കിലും പറയും ഈശ്വരനില്ലേ, അതേപോലെ ഡെവിളില്ലേ, അല്ലെങ്കിൽ നല്ല പൂജയില്ലേ, ചീത്ത ഇതുപോലെ ഇതില്ലേ. അങ്ങനെയല്ല. അതൊരു ഫോൾസ് അനലജിയാണ്, അല്ലെങ്കിൽ ഒരു ഫോൾസ് ഇക്വലൻസ് ആണ്. ദൈവം എന്ന് പറയുന്ന ശക്തിയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് അല്ല ഈ ദുർമന്ത്രവാദവും എന്നും മറ്റും പറയുന്നത്. അതായത് പൂജയിലും പ്രാർത്ഥനയിലും ഒക്കെ വിശ്വസിക്കുന്ന, അതിന് ഗുണങ്ങളുണ്ടെന്നും ദൈവീക ചൈതന്യം വരുമെന്നും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നേരെ തിരിച്ച് തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരാണ് ഇത് ചെയ്യുന്നത്. ഇനിയും ഈ മുട്ടക്രിയ ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ആർക്കാ ഗുണമുണ്ടെന്ന് അറിയാമോ? ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്നവന് ഗുണമുണ്ട്. കാര്യം അവന് കാശ് കിട്ടും. അവൻ ഫ്രീ ആയിട്ടല്ലല്ലോ ചെയ്തു തരുന്നത്. ഈ അന്തരീക്ഷത്തിലെ അദൃശ്യമായ ശക്തികളെ ആവാഹിച്ചുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ ഇല്ലാതാക്കും എന്ന് പറയുന്നവൻ ഫ്രീ ആയി ചെയ്യുന്നില്ലല്ലോ. അന്തരീക്ഷത്തിലെ ശക്തികളെ ആവാഹിക്കാൻ എന്തിനാ കാശ്? അപ്പോൾ എന്ത് പറയുന്നറിയോ? കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഇതൊരു ഭയങ്കര ക്രിയയാണ്. ഈ ക്രിയ ഒന്ന് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ശത്രു കിടന്ന് രക്തം ശബ്ദിക്കുമെന്നൊക്കെ. ദൈവത്തിന് നിങ്ങളുടെ കൊട്ടേഷൻ പണിയാണോ? ദൈവം നിങ്ങളുടെ ഗുണ്ടയാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ദൈവം എന്താ നമ്മുടെ കൊട്ടേഷൻ ടീമിൻ്റെ അംഗമാണോ? ദൈവമോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഏത് ശക്തിയോ നമുക്ക് വേണ്ടി കൊട്ടേഷൻ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ചുമ്മാ തട്ടിപ്പണി സാധനങ്ങൾ. പക്ഷേ നമ്മുടെ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കാനും ഭീതി അല്ലെങ്കിൽ സൈക്കോളജി ഓഫ് ഫിയർ ക്രിയേറ്റ് ചെയ്യാനും പലപ്പോഴും ഇത് കഴിയും. അതുകൊണ്ട് സിമ്പിൾ സാധനങ്ങളാണ്. ഈ പേന തീർച്ചയായിട്ടും പൂജിക്കുക. പൂജിച്ച് പ്രാർത്ഥിച്ച് അമ്പലത്തിൽ പള്ളിയിലെല്ലാം പോയി ദൈവമേ, ഭഗവാനെ, പടച്ചവനെ, എനിക്ക് എല്ലാവിധ ശക്തിയും തരണേ എന്ന് വിചാരിച്ച് എഴുതുക. എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസവും കിട്ടും, ദൈവീകമായൊരു ചൈതന്യവും ഒരു എനർജിയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അനുഗ്രഹവും എല്ലാം അതിനകത്തുണ്ടാവും. നേരെ മറിച്ച് ഈ വൃത്തികെട്ട പണി ചെയ്ത് മുട്ട പൂജിച്ച് അടുത്തവൻ്റെ വീട്ടിലിട്ടാൽ പോലീസ് പിടിക്കും. മറ്റേ ഇത്തരം ആക്ഷൻസിന് ഒരു ഇല്ലീഗാലിറ്റി ഉണ്ട്, അൺഎത്തിക്കാലിറ്റി ഉണ്ട്, അത്തരം പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഒരിക്കലും പെടരുത്. യഥാർത്ഥത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്, സയൻസും റിലീജിയനും നമ്മൾ ബ്ലെൻഡ് ചെയ്യണമെന്ന്. അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ സയൻസും റിലീജിയനും അല്ലെങ്കിൽ സയൻസും ബിലീഫും, സയൻസും സ്പിരിച്വാലിറ്റിയും ശാസ്ത്രവും ആത്മീയതയും ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ആത്മീയതയുടെ ഭാഗമായി പ്രാർത്ഥിക്കുക, ശാസ്ത്രത്തിൻ്റെ ഭാഗമായി ഈ മുട്ട പൊട്ടിച്ച് ബുൾസയോ ഓംലെറ്റോ അടിച്ച് കഴിക്കുക. നിങ്ങൾ ഇനിയും വെജിറ്റേറിയൻ ആണെങ്കിൽ നേരെ മറിച്ച് ഈ നാരങ്ങ നേരെ മുറിച്ച് നന്നായിട്ട് നാരങ്ങ വെള്ളമാക്കി നിങ്ങൾ കുടിക്കുക. കഴിയെങ്കിൽ കുറച്ച് പഞ്ചസാര, കുറച്ച് തേൻ ഇട്ട് കഴിക്കുക. അപ്പം കുറച്ചുകൂടെ നന്നാവും. ഇങ്ങനെയാണ് ശാസ്ത്രത്തെയും ആത്മീയതയും നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്, ഒരുമിച്ച് കൊണ്ടുവരേണ്ടത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെ പല ഭാഗങ്ങളിലുണ്ട്. അലിസ്റ്റാർ ക്രോളി അടക്കമുള്ള വിദേശത്തും ഇതേപോലെ സോക്കോൾഡ് ദുർമന്ത്രവാദവും ആഭിചാരവും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നാസികൾ, ഹിറ്റ്ലറുടെ നാസികൾ അത്തരം ഒക്കൾട്ട് കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരില്ലാതായത്. അവരെ പോലെ ഈവിൾ വേറെ ആരുമില്ല. അവിടെ നോക്കിയാൽ മതി. ഇതിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരുടെ ഒരു പാറ്റേൺ നോക്കിയിരുന്നാൽ നാസികളാണ് ഏറ്റവും ഈവിളായ മനുഷ്യരിൽ ഒരാൾ. അവരാണ് ഇത്തരം ഒക്കൾട്ടിസത്തിലൊക്കെ വിശ്വസിച്ചിരുന്നത്. ഇതൊന്നും നല്ല വിശ്വാസമോ മറ്റോ ഒന്നുമല്ല. എൻ്റെ വിശ്വാസത്തിൽ നമ്മുടെ പോലോസിയിലോ പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രകൃതി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ദേ വിൽ എൻ്റർ ഇൻടു എ കോൺസ്പിറസി, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ചേരും. അതൊരു പ്രകൃതിയുടെ
പ്രപഞ്ചത്തിൻ്റെ നന്മയാണ്, ഈ ദൈവീകതയുടെ നന്മയാണ്. നമ്മൾ ആത്മാർത്ഥമായ ഒരു കാര്യം നല്ല രീതിയിൽ വിശ്വസിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലായിരിക്കണം. എനിക്ക് മാർക്ക് കിട്ടണേന്ന് വിശ്വസിച്ചാൽ നല്ലതാണ്, അന്യന് മാർക്ക് കുറയണേന്ന് വിചാരിച്ചാൽ നല്ലതല്ല. അപ്പം ആ ഒരു നന്മയിൽ നമുക്കിത് പോകാൻ കഴിയണം. ആ നന്മയില്ലാതെ ഇത് ചെയ്യുമ്പോൾ ആഭിചാരം, മാരണം, ദുർമന്ത്രവാദം ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാനും തട്ടിപ്പിനുമുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും പെട്ടുപോകരുത്. അതിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് കഴിയണം. അപ്പോൾ എന്നും ഓർക്കുക, പേന, എഴുത്ത്, പ്രാർത്ഥന, നല്ല വിശ്വാസം. മുട്ട മറ്റവൻ്റെ പറമ്പിൽ കുഴിച്ചിടുക, അന്ധവിശ്വാസം. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ നിന്നെല്ലാം മാറട്ടെ. എല്ലാ രീതിയിലും നിങ്ങൾ ഈ മുട്ട ഇതേപോലൊരു മാജിക് വാണ്ട് എടുക്കുക. നിങ്ങൾ മുട്ട കഴിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ നാരങ്ങയ്ക്ക് ഇതുപോലെ ഒരു കത്തി എടുക്കണം, മാജിക് വാണ്ട് എടുക്കുക, ഒരൊറ്റ തട്ട് തട്ടുക, മുട്ട പൊട്ടും. അത് ബുൾസൈയായിട്ടോ മറ്റോ കഴിക്കുക. അല്ലാതെ മുട്ടയിൽ ഇത്തരം രൂപങ്ങളൊന്നും വരച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത്. എന്തായാലും നല്ല വിശ്വാസവും ശാസ്ത്രവും തമ്മിലൊരു സമന്വയം ഉണ്ടാകട്ടെ. സ്പിരിച്വാലിറ്റിയും സയൻസും തമ്മിലൊരു കൺസെൻസസ് ഉണ്ടാകട്ടെ. ഐൻസ്റ്റീൻ പറഞ്ഞാണ് ഏറ്റവും മനോഹരമായ വാചകം. ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്നു, ശാസ്ത്രമില്ലാത്ത വിശ്വാസം അന്ധമാണ്, എന്നാൽ വിശ്വാസവും മതവും ആത്മീയതയും ഇല്ലാത്ത ശാസ്ത്രം മുടന്തനാണ്. സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് എ ലെയിം, മുടന്തനാണ്. ആൻഡ് റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്, അന്ധനാണ്. നമുക്ക് അന്ധതയും വേണ്ട, മുടന്തനുമാകണ്ട. നമസ്കാരം, ജയ് ഹിന്ദ്.